Hi viewers, Mendes Group of Institution, Calicut, Palakkad, Thrissur, Kochi, Kannur. നിങ്ങളെല്ലാവരും ആദ്യത്തെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ റൂഫ് 1 ടെക്നിക്കൽ ടേംസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ റൂഫിങ്ങിനകത്ത് പ്രധാനമായും ഇവിടെയും റൂഫിങ്ങിനകത്ത് തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് പ്രധാനമായും പറയുന്നത് പിച്ചർ റൂഫും റൂഫ് ട്രസ്സുകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, മിക്കവാറും എല്ലാ PSC എക്സാമിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ടോപ്പിക്കാണ് ഈ പിച്ചർ റൂഫും റൂഫ് ട്രസ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായും നമ്മൾ ഇതിനകത്ത് ടോപ്പിക്ക് കവർ ചെയ്യുന്നത് ടൈപ്സ് ഓഫ് പിച്ചർ റൂഫും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റൂഫ് ട്രസ്സും ടൈപ്സ് ഓഫ് റൂഫ് കവറിങ് മെറ്റീരിയൽ. ഇതാണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ. അതിനകത്ത് ടൈപ്സ് ഓഫ് പിച്ചർ റൂഫ് എന്ന് പറയുന്നതിനകത്ത് സിംഗിൾ റൂഫും ഡബിൾ റൂഫും പിന്നെ ട്രസ്സസ്, ഈ മൂന്ന് തരത്തിലാണ് റൂഫിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ സിംഗിൾ റൂഫ് തന്നെയാണ് പറയുന്നത്. സിംഗിൾ റൂഫിനകത്ത് ഈ കാണുന്ന റൂഫ് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അത് ബ്രസ് സമ്മറിനെ കുറിച്ച്, പോസ്റ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ബ്രസ് സമ്മറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞാൽ വരാന്തയിലേക്ക് ഇതൊരു ചായ്പാണ് അല്ലെ. മെയിൻ വാളിൽ നിന്ന് വരാന്തയിലേക്ക് ഒരു ചായ്പ് പോലെ ഇറക്കിയിരിക്കുകയാണ്. അവിടെ നോക്കിക്കോളൂ, കോർബൽ സ്റ്റോൺ ഇവിടെ റൂഫ് ആ റാഫ്റ്ററിൻ്റെ ഒരറ്റ വരാന്ത വാളിൻ്റെ വാൾ പ്ലേറ്റിലും മറ്റേ അറ്റം കോർബൽ സ്റ്റോണിന് മുകളിൽ പ്ലേസ് ചെയ്തിട്ട് വാളിന് പാരലായിട്ട് ത്രോട്ട് ലെങ്ത്തിൽ പോകുന്ന ബ്രസ് സമ്മറിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് തന്നെയാണ് ലീൻ റൂഫ്. ഇതിൻ്റെ പ്രത്യേകത ചിത്രത്തിനകത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട്, ഒരു സൈഡിലേക്ക് മാത്രമാണ് സ്ലോപ്പിംഗ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും റാഫ്റ്റർ സ്ലോപ്സ് ടു വൺ സൈഡ് ഓൺലി, ഒരു സൈഡിലേക്ക് മാത്രമേ ഇവിടെ സ്ലോപ്പ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അതുമാത്രമല്ല, ഇവിടെ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം സ്പാൻ എന്ന് പറയുന്നതും അവിടെ കാണിച്ചിട്ടുള്ള 2.4 മീറ്റർ തന്നെയാണ്. ആംഗിളിന് മാറ്റമൊന്നുമില്ല, 30 ഡിഗ്രി ചെരിവിൽ തന്നെയാണ് ഈ ലീൻ ടു റൂഫ് വറക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞു കോർബൽ സ്റ്റോൺ, അതായത് ഈ കോമൺ റാഫ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നത് കോർബൽ സ്റ്റോണിന് മുകളിലുള്ള വാൾ പ്ലേറ്റ് അല്ലെങ്കിൽ ബ്രസ് സമ്മറിലാണ് അല്ലേ. കോർബൽ സ്റ്റോൺ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ വാളിൻ്റെ 2/3 ഭാഗത്തോളം ആ കോർബൽ സ്റ്റോൺ കയറി നിൽക്കുന്നുണ്ട് അല്ലേ. ഈ ലീൻ ടു റൂഫുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർനെയിമാണ്. മിക്കവാറും എക്സാമിനെല്ലാം ഓർനെയിം നന്നായി ചോദിക്കാറുണ്ട്. ലീൻ ടു റൂഫ് അല്ലെങ്കിൽ വരാന്ത റൂഫ് അല്ലെങ്കിൽ പെൻ റൂഫ് അല്ലെങ്കിൽ ഐസിൽ റൂഫ് അല്ലെങ്കിൽ ഷെഡ് റൂഫ്, ഇങ്ങനെയാണ് കൂടുതലും ചോദിക്കാറ്. ലീൻ ടു റൂഫ് അല്ലെങ്കിൽ വരാന്ത റൂഫ് അല്ലെങ്കിൽ പെൻ റൂഫ് അല്ലെങ്കിൽ ഐസിൽ റൂഫ് അല്ലെങ്കിൽ ഷെഡ് റൂഫ് ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടില്ല കേട്ടോ. ഓർനെയിം ലീൻ ടു റൂഫ് അല്ലെങ്കിൽ വരാന്ത റൂഫ് അല്ലെങ്കിൽ പെൻ റൂഫ്, ഐസിൽ റൂഫ്, ഷെഡ് റൂഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നവർക്കൊക്കെ മിക്കവാറും പേർക്ക് അറിയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പറയുന്നുണ്ട് റാഫ്റ്റർ സ്ലോപ്സ് ടു വൺ സൈഡ് ഓൺലി, ഒരു സൈഡിലേക്ക് മാത്രമാണ് റാഫ്റ്റർ സ്ലോപ്പ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 2.4 മീറ്ററാണ്. സാധാരണ സ്ലോപ്പ് ഡിഗ്രി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. വാൾ പ്ലേറ്റ് അല്ലെങ്കിൽ ബ്രസ് സമ്മറി സപ്പോർട്ട് ഓൺ സ്റ്റോൺ കോർബൽ ഓർ വുഡൻ കോർബൽ അല്ലേ. എന്തിനാ? റാഫ്റ്ററിൻ്റെ ഒരെൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ലീൻ റൂഫ് അല്ലെങ്കിൽ വരാന്ത റൂഫുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തതിനകത്ത് നമുക്കറിയാം, ഇവിടെ പറയുന്നുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സ്ലോപ്സ് ഇൻ 1 ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ സ്ലോപ്സ് ഇൻ 2 ഡയറക്ഷൻ, 2 ഡയറക്ഷൻ സ്ലോപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കാം, നമുക്കറിയാം നമുക്ക് എലിവേഷനിൽ കാണുന്ന സമയത്ത് എ പെയർ ഓഫ് റാഫ്റ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റാഫ്റ്റേഴ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ കപ്പിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കപ്പിൾ, അപ്പോൾ ഈ കാണുന്ന റൂഫിനെ കപ്പിൾ റൂഫ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഈ കപ്പിൾ റൂഫിനകത്തുള്ള മാക്സിമം സ്പാൻ മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് സ്പാൻ. ഈ പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കപ്പിൾ റൂഫിൻ്റെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 3.6 മീറ്ററാണ്. കപ്പിൾ റൂഫിൻ്റെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 3.6 മീറ്ററാണ് അല്ലേ. ഇവിടെ നോക്കിക്കോളൂ, കോമൺ റാഫ്റ്ററിൻ്റെ ഒരറ്റ് വാൾ പ്ലേറ്റിലൂടെ പോകുന്നു, മറ്റേ അറ്റ് റിഡ്ജ് പീസിനകത്ത് ജോയിൻ ചെയ്യുന്നു അല്ലേ. കോമൺ റാഫ്റ്റർ ഒന്ന് വാൾ പ്ലേറ്റിലൂടെ മറ്റേ റിഡ്ജ് പീസിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. റിഡ്ജ് പീസ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പെക്സ് ലൈൻ ഓഫ് സ്ലോപ്പിംഗ് റൂഫ് എന്ന് പറയുന്നതാണ് റിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും പറയാൻ പോകുന്നത്. ഇവിടേക്കുള്ളൂ കപ്പിൾ റൂഫിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് അപ് ടു 3.6 മീറ്ററാണ്. കോമൺ റാഫ്റ്റേഴ്സ് ആർ സെക്യൂർഡ് ഓൺ വൺ എൻഡ് ബീങ് ഓൺ ദ റിഡ്ജ് പീസ്, ഒരെൻഡ് റിഡ്ജ് പീസിലും മറ്റേ എൻഡ് വാൾ പ്ലേറ്റിലുമാണ്. ഇത്രയും കാര്യങ്ങളാണ് കപ്പിൾ റൂഫുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇവിടെ നോക്കിയോളൂ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കപ്പിൾ റൂഫ് പോലെ തന്നെയാണ്. പക്ഷേ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ വാൾ പ്ലേറ്റിനെ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വാൾ പ്ലേറ്റിൽ നമുക്കൊരു ടൈ ബീം എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ചിത്രത്തിനകത്ത് ഇമേജിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും ടൈ ബീം അല്ലേ. ടൈ ബീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെൻഷൻ എടുക്കുന്ന മെമ്പേഴ്സിനെയാണ് ടൈ ബീം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ
സ്പാന് കൂടുന്തോറും ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ലോഡ് വരുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ടെൻഡൻസി സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കാൻ നമുക്കിവിടെ ടൈ ബീം കൊടുക്കും. അല്ലെ, നമുക്കറിയാം സാധാരണ നമ്മൾ ടേബിളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ടേബിളിൻ്റെ കാലിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ലെങ്ത് വൈസ് ഡയറക്ഷനിൽ ഒരു മെമ്പർ കൊടുക്കലുണ്ട്. അല്ലെ, ഇതേപോലെ തന്നെ ആ കാരണം മെമ്പർ ഇല്ല എങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ അഥവാ സ്പ്രെഡ് ചെയ്ത് രണ്ട് കാലം സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി. അതേപോലെ തന്നെയാണ് സിംഗിൾ റൂഫിനകത്ത് ഈ കാണുന്ന ക്ലോസ് കപ്പിൾ റൂഫ്. അപ്പോൾ ടൈ ബീം വെച്ച് ക്ലോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ക്ലോസ് കപ്പിൾ റൂഫ് എന്ന് പറയുന്നത്. കപ്പിൾ റൂഫിനെ ടൈ ബീം. അപ്പോൾ സ്പാന് കൂടുന്തോറും എന്ന് പറയുമ്പോൾ ഇവിടെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. ഇവിടെ സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 4.2 മീറ്റർ, 4.2 മീറ്റർ വരെയാണ് ഇവിടെ സ്പാൻ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ സ്പാന് കൂടുന്ന സമയത്ത് റാഫ്റ്റർ സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ ടൈ ബീം കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ക്ലോസ്ഡ് കപ്പിൾ റൂഫിനകത്ത് പറയുന്നുള്ളൂ. ക്ലോസ് കപ്പിൾ റൂഫിനകത്ത് പറയുന്ന വാചകങ്ങളും ഇത് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ക്ലോസ് കപ്പിൾ റൂഫ്, അതിനകത്ത് പറയുന്നത് സിമിലർ ടു കപ്പിൾ റൂഫ് പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ദാറ്റ് ലെഗ്സ് ഓഫ് ദ കോമൺ റാഫ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ ടൈ ബീം. അല്ലെ, കോമൺ റാഫ്റ്ററെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ടൈ ബീം ഉണ്ട്. എന്തിനാത്? ആ കോമൺ റാഫ്റ്റർ സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കാനാണ്. അല്ലെ, ഈ കാണുന്ന ടൈ ബീം വെച്ച് കണക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ദ ബീം അവോയ്ഡഡ് ദ ടെൻഡൻസി ഓഫ് റാഫ്റ്റർ ടു സ്പ്രെഡ് ഔട്ട് ആൻഡ് ദസ് ദ ഡേഞ്ചർ ഓഫ് ഓവർടേണിംഗ് ഓഫ് ദ വാൾ ഈസ് അവോയ്ഡഡ്. അങ്ങനെ വാളിന് പുറത്തേക്ക് കൂടെ പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതാണ് ക്ലോസ് കപ്പിൾ റൂഫിൻ്റെ പ്രത്യേകത. എക്കണോമിക്കലി അപ് ടു സ്പാൻ ഓഫ് 4.2 മീറ്റർ, 4.2 മീറ്ററാണ് മാക്സിമം സ്പാൻ എന്ന് പറയുന്നത്, എക്കണോമിക്കൽ സ്പാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന റൂഫ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ടൈ ബീം എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ കുറച്ച് മുകളിലായിട്ടാണ്. അല്ലെ, നേരത്തെ നമ്മൾ കണ്ടു വാൾ പ്ലേറ്റിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടായിരുന്നു ടൈ ബീം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ചിത്രത്തിനകത്ത് കുറച്ച് മുകളിലായിട്ടാണ് ടൈ ബീം കൊടുത്തിരിക്കുന്നത്. അല്ലെ, അപ്പോൾ സ്പാന് കൂടുന്ന സമയത്ത് ഈ കാണുന്ന ടൈ ബീമിനെ ഒന്നുമില്ലെങ്കിൽ പകുതി ലെങ്തിലോ ആ റൈസ് ഉണ്ടല്ലോ, വെർട്ടിക്കൽ റൈസ് ഉണ്ടല്ലോ, ആ റൈസിൻ്റെ പകുതിയിലോ അല്ലെങ്കിൽ 1/3 ഹൈറ്റിലോ പ്ലേസ് ചെയ്യുന്നു. ഇതിനെ പറഞ്ഞ പേരാണ് കോളാർ ബീം റൂഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കോളാർ ബീം റൂഫ്. അപ്പോൾ ഇതിനെ കോളാർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ടൈ ബീം എന്നുള്ള വാക്ക് മാറ്റി കോളാർ എന്നുള്ള വാക്കിലേക്ക് മാറ്റി. ടൈ ബീമിനെ റൈസ് ചെയ്യണം. സ്പാന് കൂടുന്ന സമയത്ത് ടൈ ബീമിനെ റൈസ് ചെയ്യുന്നു, മുകളിലേക്ക് ഉയർത്തുന്നു. ഒന്നുമില്ലെങ്കിൽ ആ വെർട്ടിക്കൽ റൈസിൻ്റെ പകുതിയിലോ അല്ലെങ്കിൽ 1/3 ഹൈറ്റിലോ ആണ് ഈ കോളാർ ബീം കൊടുക്കുന്നത്. അല്ലെ, ഇവിടെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റർ ആണ്. മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റർ ആണ്. ഇവിടെ നോക്കട്ടോ, വെൻ ദ സ്പാൻ ഇൻക്രീസസ് ഓർ വെൻ ദ ലോഡ് ഈസ് മോർ, ടൈ ബീം ഈസ് റൈസ്ഡ് ആൻഡ് പ്ലേസ്ഡ് അറ്റ് 1/3 or half of the vertical height from wall plate to the ridge. wall plate to the ridge എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് റൈസ് എന്ന് പറയുക. റൈസിൻ്റെ ഹാഫോ അല്ലെങ്കിൽ 1/3 മാറിയിട്ട് ഈ കോളാർ പ്ലേസ് ചെയ്യുന്നു. ഇനി മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റർ ആണ്. മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റർ ആണ്. ഇനി അടുത്ത റൂഫ് എന്ന് പറയുന്നത് ഇതിനകത്ത് കാണുന്നുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച കോളാർ റൂഫ് പോലെ തന്നെയാണ്. പക്ഷെ വേറൊരു പ്രത്യേകത, ഇവിടെ ഒരു സിസേഴ്സ് കട്ട്, സിസേഴ്സ് പോലെ അല്ലേ ക്രോസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോളാർ ബീംസ് ആർ ക്രോസിങ് ഈച്ച് അതർ. അല്ലെ, 2 കോളാർ ബീം തന്നെയാണ്, പക്ഷെ അത് ക്രോസിങ് ഈച്ച് അതർ തന്നെയാണ്. അപ്പോൾ ഇതാണ് കോളാർ ആൻഡ് സിസേഴ്സ് റൂഫ് എന്ന് പറയുക. കോളാർ ആൻഡ് സിസേഴ്സ് റൂഫ് എന്ന് പറയുന്നത് കേട്ടോ. 2 കോളാർ ബീംസ് ആർ ക്രോസിങ് ഈച്ച് അതർ. 2 കോളാർ ബീംസ് ആർ ക്രോസിങ് ഈച്ച് അതർ. ഇതാണ് കോളാർ ആൻഡ് സിസേഴ്സ് റൂഫിൻ്റെ പ്രത്യേകത. കോളാർ ആൻഡ് സിസേഴ്സ് റൂഫിൻ്റെ പ്രത്യേകത 2 കോളാർ ബീംസ് ആർ ക്രോസിങ് ഈച്ച് അതർ. ഇനി ഈ കാണുന്ന റൂഫാണ് ഇതിൻ്റെ പ്രത്യേകത. കാണുന്ന പർലിൻ എന്നൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലേ, പർലിനാണ് ഏതിൻ്റെ മുകളിൽ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന പർലിൻ എന്നൊരു വാക്കോടെ വരുന്നുണ്ട്. റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് പറയാം, റാഫ്റ്ററിൻ്റെ അടിഭാഗത്ത് ഒരു പർലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലേ, ഈ ഡബിൾ ഓർ പർലിൻ റൂഫ് എന്നെ തന്നെ വേറൊരു വാക്ക് പറയുന്നുണ്ട്, റാഫ്റ്റർ ആൻഡ് പർലിൻ റൂഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഡബിൾ ഓർ പർലിൻ റൂഫ് അല്ലെങ്കിൽ റാഫ്റ്റർ ആൻഡ് പർലിൻ റൂഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഡബിൾ ഓർ പർലിൻ റൂഫ് അല്ലെങ്കിൽ റാഫ്റ്റർ ആൻഡ് പർലിൻ റൂഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെ, ഇവിടെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റർ തന്നെയാണ്. ഡബിൾ ഓർ പർലിൻ റൂഫിൻ്റെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റർ. ഡബിൾ ഓർ പർലിൻ റൂഫിൻ്റെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത് 4.8 മീറ്റർ തന്നെയാണ്. Purlins are introduced under the rafter up to a span of 4.8 meter. അപ്പോൾ ഉപയോഗിക്കുന്ന സ്പാൻ ഓഫ് 4.8 മീറ്റർ തന്നെയാണ്. ഇനി ട്രസ് റൂഫാണ് പറയുന്നത്. ആ ട്രസ് റൂഫിനകത്ത് നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇതൊരു കിങ് പോസ്റ്റ് റൂഫ് ട്രസ്സിൻ്റെ ഒരു രൂപമാണ്. എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് കിങ് പോസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ട് അല്ലെ, ടൈ ബീം, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട് അല്ലെ. പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞിരുന്നു, ട്രസ്സിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഫ്രെയിം വർക്ക് ഓഫ് ട്രയാങ്കിൾ
അല്ലേ? ഇതിനകത്ത് ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ റാഫ്റ്റർ, ടൈ ബീം, സ്ട്രട്ട്, ഈ വെർട്ടിക്കൽ പോസ്റ്റ്, ഇതൊക്കെയാണ് ട്രസ്സിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ആ വെർട്ടിക്കൽ പോസ്റ്റിന് ഇവിടെ ഒരൊറ്റ വെർട്ടിക്കൽ പോസ്റ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഇതിനെ കിങ് പോസ്റ്റ് റൂഫ് ട്രസ് എന്നാണ് പറയുക. കിങ് പോസ്റ്റ് റൂഫ് ട്രസ് എന്ന് പറയുന്നു. കിങ് പോസ്റ്റ് റൂഫ് ട്രസ് അല്ലേ? ഇനി അത് മാത്രമല്ല, ഇതിനകത്ത് പ്രിൻസിപ്പൽ റാഫ്റ്റർ ബെൻഡ് ചെയ്യാതിരിക്കുക. പ്രിൻസിപ്പൽ റാഫ്റ്ററിലേക്ക് ലോഡ് വരുന്ന സമയത്ത് പ്രിൻസിപ്പൽ റാഫ്റ്റർ നടുവിൽ ബെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കിങ് പോസ്റ്റ് എന്ന സ്ട്രട്ട് പ്രിൻസിപ്പൽ റാഫ്റ്റർ. സ്ട്രട്ട് എന്ന് പറയുമ്പോൾ ഇൻക്ലൈൻഡ് കംപ്രഷൻ മെമ്പറാണ് സ്ട്രട്ട് അല്ലേ? ഇവിടെ ആ കിങ് പോസ്റ്റ് എന്നുള്ള ഇൻക്ലൈൻഡ് കംപ്രഷൻ മെമ്പറാണ് സ്ട്രട്ട്. അപ്പോൾ സ്ട്രട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നു പ്രിൻസിപ്പൽ റാഫ്റ്റർ ഫ്രം ബെൻഡിങ് ഇൻ ദ മിഡിൽ അല്ലേ? ഇവിടെ സ്പാൻ എന്ന് പറയുന്നത് 5 to 8 മീറ്റർ ആണ്. ചില ടെക്സ്റ്റിനകത്ത് 6 to 9 മീറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് PSC തരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഓപ്ഷൻ ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് സ്പാൻ വേരിങ് ഫ്രം 5 മീറ്റർ to 8 മീറ്റർ എന്ന് പറയാം. ചില സാഹചര്യങ്ങളിൽ 6 to 9 എന്ന് പറയുന്നുണ്ട്. ചില ടെക്സ്റ്റിനകത്ത് 6 to 9 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്പാൻ വേരിങ് ഫ്രം 5 മീറ്റർ to 8 മീറ്റർ. സാധാരണ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ആ ട്രസ് അല്ലേ? ട്രസ്സിന് മുകളിലാണ് അവിടെ കോമൺ റാഫ്റ്റർ പ്ലേസ് ചെയ്യുന്നത് കാണുന്നുണ്ട് അല്ലേ? ട്രസ്സിന് മുകളിലാണ്. അപ്പോൾ അത് മാത്രമല്ല, അവിടെ വേറൊരു കാര്യമുണ്ട്. ആ നമ്മുടെ ഈ റാഫ്റ്ററുകളെ ട്രസ്സുകളെ തമ്മിൽ, ട്രസ്സിനകത്തുള്ള പ്രിൻസിപ്പൽ റാഫ്റ്ററെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു നീളത്തിലൊരു മെമ്പർ പോകുന്നുണ്ട്, ഒരു വൈറ്റ് കളറിൽ. നിങ്ങൾ ഇടത് ഭാഗത്തിൽ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് പർലിൻ എന്നുള്ള വാക്ക്. ആ പർലിൻ പ്രിവെൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പർലിനും ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിനും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു 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 ചുവന്ന കളർ, ചുവപ്പല്ല, ഒരു ക്ലീറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ ഈ പർലിൻ താഴേക്ക് ഇറങ്ങാതിരിക്കാനാണ് ഇവിടെ ക്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ആ സ്പേസിങ് എന്ന് പറയുന്നത് ട്രസ്സിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ട്രസ്സിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത് 3 മീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിങ് പോസ്റ്റ് റൂഫ് ട്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. നോക്കിക്കോളൂ, കിങ് പോസ്റ്റ് റൂഫ് ട്രസ്സുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. സെൻറ്ററിൽ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട്, അതിനാണ് കിങ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് മെമ്പറിനെ സ്ട്രട്ട് എന്ന് പറയുന്നു. അത് പ്രിൻസിപ്പൽ റാഫ്റ്റർ ബെൻഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലെ, ലോഡ് വരുന്ന സമയത്ത്. ഇനി പിന്നെ പറഞ്ഞ സ്പാൻ എന്ന് പറഞ്ഞാൽ 5 to 8 മീറ്റർ ആണ്. അതേപോലെ തന്നെ ട്രസ് സ്പേസ് ചെയ്യുന്ന അറ്റ് സ്പേസിങ് സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ഓഫ് 3 മീറ്റർ ആണ് അല്ലേ? ഇവിടെ നോക്കാം, നമുക്ക് ആ ടൈ ബീമിൻ്റെ അടിഭാഗത്ത് സ്റ്റോൺ ടെംപ്ലേറ്റ് ഉണ്ട് അല്ലെ? അത് സ്റ്റോണിൻ്റെ ആവാം, കോൺക്രീറ്റിൻ്റെ ആവാം. ലോഡ് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകാനാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പർലിൻ കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നത് പർലിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിങ് പോസ്റ്റ് റൂഫ് ട്രസ്സുമായി സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഇവിടെ ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ്സിനകത്തുള്ള പ്രത്യേകത, 2 വെർട്ടിക്കൽ പോസ്റ്റുകൾ ഉണ്ടാവും. ക്യൂൻ പോസ്റ്റിനകത്ത് 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാവും. സ്പാൻ എന്ന് പറയുന്നത് 8 മുതൽ 12 മീറ്റർ ആണ്. സ്പാൻ എന്ന് പറയുന്നത് 8 മുതൽ 12 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ക്യൂൻ പോസ്റ്റിൻ്റെ അപ്പർ എൻഡ് തമ്മിൽ കണക്ട് ചെയ്ത്, ഇപ്പോൾ 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട്. ആ വെർട്ടിക്കൽ പോസ്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ സ്ട്രൈനിങ് ബീം എന്നും, അടിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ട്രൈനിങ് സില്ല് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ടാകും. ആ വെർട്ടിക്കൽ പോസ്റ്റിനെ തമ്മിൽ മുകളിൽ കണക്ട് ചെയ്യുന്നതിനെ സ്ട്രൈനിങ് ബീം എന്നും, താഴെ കണക്ട് ചെയ്യുന്നതിനെ സ്ട്രൈനിങ് സില്ല് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയുള്ളൂ, സ്ട്രൈനിങ് സില്ല് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ ടൈ ബീം ബിറ്റ്വീൻ ദ ക്യൂം പോസ്റ്റ്. അത് ടു കൗണ്ടറാക്ട് ത്രസ്റ്റ് ഓഫ് സ്ട്രട്ടുകളുടെ എഫക്റ്റ് വരുന്ന സമയത്ത് ആ കാണുന്ന ബെൻഡ് ചെയ്യാതിരിക്കാൻ, ബീം ബെൻഡ് ചെയ്യാതിരിക്കാനാണ് ഈ സ്ട്രൈനിങ് സില്ല് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയുള്ളൂ, അത് മാത്രമല്ല, ഈ ക്യൂൻ പോസ്റ്റ് ട്രസ്സിനകത്ത് സ്ട്രൈനിങ് സില്ലും സ്ട്രൈനിങ് സ്പേസസും തമ്മിലുള്ള ജോയിൻറ്റിനെ പറഞ്ഞ പേരാണ് സ്കാർഫ്ഡ് ജോയിൻറ്റ് അല്ലെങ്കിൽ സ്പ്ലൈസ്ഡ് ജോയിൻറ്റ്. ഇന്നെ ക്യൂൻ പോസ്റ്റിനകത്ത് സ്ട്രൈനിങ് സ്ട്രൈനിങ് പീസും തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനാണ് സ്കാർഫ്ഡ് ജോയിൻറ്റ് അല്ലെങ്കിൽ സ്പ്ലൈസ്ഡ് ജോയിൻറ്റ് പറയുക. ഇവിടെ ട്രസ്സസുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ട്രസ്സസുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. 3 മീറ്റർ സ്പേസിങ്ങിലാണ് ട്രസ്സസുകൾ തമ്മിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത് അപ്പർ എൻഡ് ഓഫ് ദ ക്യൂൻ പോസ്റ്റ്. ഇപ്പോൾ ക്യൂൻ പോസ്റ്റുകളുടെ അപ്പർ എൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു ബൈ മീൻസ് ഓഫ് ഹൊറിസോണ്ടൽ മെമ്പർ നോൺ ആസ് സ്ട്രൈനിങ് ബീം അല്ലെ? ഈ ക്യൂൻ പോസ്റ്റിൻ്റെ ലോവർ എൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രൈനിങ് സില്ലാണ് അല്ലെ? ആ സ്ട്രൈനിങ് സില്ല്, അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. സ്ട്രൈനിങ് സില്ല് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ ടൈ ബീം ബിറ്റ്വീൻ ദ ക്യൂൻ പോസ്റ്റ് ടു കൗണ്ടറാക്ട് ദ ത്രസ്റ്റ് ഓഫ് സ്ട്രട്ട്. സില്ല് എന്ന് പറയുന്ന അടിഭാഗമാണ്. മുകൾ ഭാഗത്തെ പറഞ്ഞ പേരാണ് സ്ട്രൈനിങ് ബീം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഈ സ്ട്രൈനിങ് സില്ലും സ്ട്രൈനിങ് പീസും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് സ്കാർഫ്ഡ് ഓർ സ്പ്ലൈസ്ഡ് ജോയിൻ്റ് ആണ്. അതും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സ്ട്രൈനിങ് സില്ലും സ്ട്രൈനിങ് പീസും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് സ്കാർഫ്ഡ് ഓർ സ്പ്ലൈസ്ഡ് ജോയിൻ്റ് ആണ്. ഇനി ട്രസ്സസുകൾ തമ്മിലുള്ള സ്പേസിങ് ഇവിടെയും 3 മീറ്റർ തന്നെയാണ്. ട്രസ്സസുകൾ തമ്മിലുള്ള സ്പേസിങ് എന്ന് പറയുന്നത് ഇവിടെയും 3 മീറ്റർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ക്യൂൻ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ.
ഇനി അടുത്ത് പറഞ്ഞ വീണ്ടും ഇവിടെ നോക്കിക്കോളൂ. ഈ പറഞ്ഞ പോലെ ഇവിടെ ഇതിനകത്ത് 2 വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് 2 വെർട്ടിക്കൽ പോസ്റ്റ്, പ്രിൻസിപ്പൽ റാഫ്റ്റർ അത് കാണിച്ചിട്ടുണ്ട് അല്ലേ. താഴത്തെ ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. സാധാരണ 60 to 70 ഡിഗ്രിയാണ് ലോവർ പിച്ച് എന്ന് പറയുന്നത്, 60 to 70 ഡിഗ്രിയാണ്. അപ്പർ പിച്ച് എന്ന് പറയുന്നത് 30 to 40 ഡിഗ്രിയാണ്. അപ്പർ പിച്ച് എന്ന് പറയുന്നത് 30 to 40 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ താഴത്തെ ഭാഗം കംപ്ലീറ്റ് ക്യൂൻ പോസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്. 2 വെർട്ടിക്കൽ പോസ്റ്റ്, ക്യൂൻ പോസ്റ്റ് അല്ലേ, പിന്നെ പ്രിൻസിപ്പൽ റാഫ്റ്റർ. അപ്പോൾ അതിനുശേഷം മുകളിൽ വീണ്ടും ഒരു ടൈ ബീം വരുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് 2 സ്ട്രട്ട് വരുന്നുണ്ട്, പ്രിൻസിപ്പൽ റാഫ്റ്റർ വരുന്നുണ്ട്, ഒരു കിങ് പോസ്റ്റ്. അപ്പോൾ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നതാണ് മാൻസാർഡ് റൂഫ് ട്രസ് എന്ന് പറയുക. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ് എന്ന് പറയുന്നതാണ് മാൻസാർഡ് റൂഫ് ട്രസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ഫ്രാൻകോയിസ് മാൻസാർഡാണ്. മാൻസാർഡ് റൂഫ് ട്രസ് കണ്ടുപിടിച്ചത് ഫ്രാൻകോയിസ് മാൻസാർഡാണ്. കോമ്പിനേഷൻ ഓഫ് കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇതും 2 സ്റ്റോറി തന്നെയാണ് അല്ലേ. അപ്പോൾ താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് ക്യൂൻ പോസ്റ്റും മുകളിലുള്ള പോർഷൻ എന്ന് പറയുന്നത് കിങ് പോസ്റ്റും ആണ് അല്ലേ. അതും മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ലോവർ പോർഷൻ എന്ന് പറയുന്നത് ക്യൂൻ പോസ്റ്റ്, അപ്പർ പോർഷൻ എന്ന് പറയുന്നത് കിങ് പോസ്റ്റും ആണ്. ഈ ക്യൂൻ പോസ്റ്റിനകത്തുള്ള പിച്ച് എന്ന് പറയുന്നത് 60 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെയും, കിങ് പോസ്റ്റിനകത്തുള്ള പിച്ച് എന്ന് പറയുന്നത് 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയാണ്. ഇനി ഇവിടെ ക്യൂൻ പോസ്റ്റ് ട്രസ് ഈസ് സ്ട്രെങ്തൻ ബൈ 1 or more അപ്രൈറ്റ് മെമ്പർ. ചിലപ്പോൾ സമയത്ത് ഒരു മെമ്പറും കൂടി ചിലപ്പോൾ ക്യൂൻ പോസ്റ്റിനകത്ത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഒരു ഒന്നിലധികം ഒരു വെർട്ടിക്കൽ മെമ്പർ കൂടി വരികയാണെങ്കിൽ അതിനെയൊക്കെ പ്രിൻസസ് പോസ്റ്റ് എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ ക്യൂൻ പോസ്റ്റ് 2 വെർട്ടിക്കൽ മെമ്പർ ഉണ്ടല്ലോ. ഇത് കൂടാതെ നോക്കിക്കോളൂ, ആ കാണുന്ന ക്യൂൻ പോസ്റ്റിൻ്റെ അടിഭാഗത്ത് നിന്ന് ഞാൻ ആ പ്രിൻസിപ്പൽ റാഫ്റ്ററിലേക്ക് ഒരു സ്ട്രട്ട് വരച്ചു വിചാരിക്കാം. അവിടെ നിന്ന് വീണ്ടും ഞാനൊരു കുത്തനെയുള്ള ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ഇറക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രിൻസസ് പോസ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മാൻസാർഡ് റൂഫ് ട്രസ് സ്ലോപ്സ് ഇൻ 4 ഡയറക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട്. മാൻസാർഡ് റൂഫ് ട്രസ് സ്ലോപ്സ് ഇൻ 4 ഡയറക്ഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി മിക്കവാറും വരാറുണ്ട്. മാൻസാർഡ് റൂഫ് ട്രസ് സ്ലോപ്സ് ഇൻ 4 ഡയറക്ഷൻ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഈ മാൻസാർഡ് റൂഫ് ട്രസ് ഇൻവെൻറ്റഡ് ബൈ ഫ്രാൻകോയിസ് മാൻസാർഡ്, കോമ്പിനേഷൻ ഓഫ് കിങ് ആൻഡ് ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ്. ഇറ്റ് ഇസ് എ 2-story ട്രസ് വിത്ത് അപ്പർ പോർഷൻ കൺസിസ്റ്റിംഗ് ഓഫ് കിങ് പോസ്റ്റ് ആൻഡ് ദ ലോവർ പോർഷൻ ഓഫ് ക്യൂൻ പോസ്റ്റ് അല്ലേ. അപ്പർ പിച്ച് എന്ന് പറയുന്നത് 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ, ലോവർ പിച്ച് എന്ന് പറയുന്നത് 60 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ. ക്യൂൻ പോസ്റ്റ് ഈസ് സ്ട്രെങ്തൻ ബൈ 1 more അപ്രൈറ്റ് മെമ്പർ നോൺ ആസ് പ്രിൻസസ് പോസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ റൂഫ് സ്ലോപ്സ് ഇൻ 4 ഡയറക്ഷൻ, റൂഫ് സ്ലോപ്സ് ഇൻ 4 ഡയറക്ഷൻ. ഇത്രയാണ് മാൻസാർഡ് റൂഫ് ട്രസ്സുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി നോക്കിയോളൂ, ഇത് ഈ കാണുന്ന റൂഫ് ട്രസ് മാൻസാർഡ് റൂഫ് ട്രസ് പോലെ തന്നെയുണ്ട്, പക്ഷേ മുകൾ ഭാഗത്ത് ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അല്ലേ. അതായത് ചെറിയൊരു സ്ലോപ്പോടുകൂടിയ ഒരു ഫ്ലാറ്റ് പോർഷനാണ്, ഒരു ചെറിയൊരു സ്ലോപ്പോടുകൂടിയ ഒരു ഫ്ലാറ്റ് പോർഷനാണ് അല്ലേ. അപ്പോൾ ഇത് ഈ കാണുന്ന റൂഫ് ട്രസ്സിനെ പറഞ്ഞ പേരാണ് ട്രങ്കേറ്റഡ് റൂഫ് ട്രസ് അറിയാം. അപ്പോൾ മിക്കവാറും എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ് സിമിലർ ടു മാൻസാർഡ് റൂഫ് ട്രസ് എന്നൊരു വാക്ക് പ്രത്യേകം പറയാറുണ്ട്. ഇത് മാത്രമാണ് ഓർത്തേക്കേണ്ടത്. സിമിലർ ടു മാൻസാർഡ് റൂഫ് ട്രസ് എന്ന് പറഞ്ഞാൽ ട്രങ്കേറ്റഡ് റൂഫ് ട്രസ് ആണ് അല്ലേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എക്സെപ്റ്റ് ദാറ്റ്. എന്താ വ്യത്യാസം വെച്ചാൽ ദാറ്റ് ടോപ്പ് ഈസ് ഫിനിഷ്ഡ് ഫ്ലാറ്റ് വിത്ത് എ ജെൻറ്റിൽ സ്ലോപ്പ് ടു വൺ സൈഡ്. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ജെൻറ്റിൽ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ഇനി പറയാൻ പോകുന്ന സെൻറ്റൻസ്. ഇവിടെ നോക്കിക്കോളൂ, സിമിലർ ടു മാൻസാർഡ് ട്രസ് എക്സെപ്റ്റ് ദാറ്റ് ദ ടോപ്പ് ഈസ് ഫിനിഷ്ഡ് ഫ്ലാറ്റ് വിത്ത് എ ജെൻറ്റിൽ സ്ലോപ്പ് ടു വൺ സൈഡ്. ഒരു സൈഡിലേക്ക് ഒരു കൃത്യമായ ചെറിയ രീതിയിലുള്ള സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇവിടെ വേറെ ഒരു സെൻറ്റൻസ് കൂടി പറയുന്നത് യൂസ്ഡ് വെൻ എ റൂം ഈസ് റിക്വയർഡ് ഇൻ ദ റൂഫ്. റൂഫിനകത്ത് ഒരു റൂമും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ട്രങ്കേറ്റഡ് റൂഫ് ട്രസ് എന്ന് പറയുക. ട്രങ്കേറ്റഡ് റൂഫ് ട്രസ് കേട്ടോ. ട്രങ്കേറ്റഡ് റൂഫ് ട്രസ് ആയിട്ട് പ്രത്യേകം വരുന്ന ഒരു വാചകം സിമിലർ ടു മാൻസാർഡ് റൂഫ് ട്രസ് എന്നൊരു വാക്കാണ് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ അടുത്ത് പറയുന്നതാണ് ഈ കാണുന്നതാണ് ബെൽഫാസ്റ്റ് എന്ന് നോക്കിയുള്ളൂ. ബെൽഫാസ്റ്റ് റൂഫ് ട്രസ് അല്ലെങ്കിൽ ലാറ്റിസ്ഡ് റൂഫ് ട്രസ് അല്ലെങ്കിൽ ബോ സ്ട്രിങ് ട്രസ് അല്ലെ. ബോ സ്ട്രിങ് നമുക്കറിയാം ഒരു ബോർഡ് ഷേപ്പിലാണ് ആ ട്രസ് ഉള്ളത്, അതുകൊണ്ടാണ് ബോ സ്ട്രിങ് ട്രസ് എന്ന് പറയുക. അപ്പോൾ ബെൽഫാസ്റ്റ് റൂഫ് ട്രസ് ഓർ നെയിം ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബെൽഫാസ്റ്റ് റൂഫ് ട്രസ് ഓർ ലാറ്റിസ്ഡ് റൂഫ് ട്രസ് ഓർ ബോ സ്ട്രിങ് ട്രസ്. ബെൽഫാസ്റ്റ് റൂഫ് ട്രസ്, ലാറ്റിസ്ഡ് റൂഫ് ട്രസ് അല്ലെങ്കിൽ ബോ സ്ട്രിങ് ട്രസ് എന്ന് പറയുന്നു. അപ്പോൾ ട്രസ്സസ് ഇൻ ദ ഫോം ഓഫ് ബോ അല്ലേ. ഒരു ബോർഡർ ഷേപ്പിലാണ്. മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 30 മീറ്റർ ആണ്. യൂസ്ഡ് ഫോർ സ്പാൻ അബൌട്ട് 30 മീറ്റർ, 30 മീറ്റർ വരെ സ്പാനിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ അപ് ടു 30 മീറ്റർ വരെ സ്പാനിനകത്ത് ഉപയോഗിക്കാം. ബെൽഫാസ്റ്റ് റൂഫ് ട്രസ് അല്ലെങ്കിൽ ലാറ്റിസ്ഡ് റൂഫ് ട്രസ് അല്ലെങ്കിൽ ബോ സ്ട്രിങ് ട്രസ്. എക്സാമിന് കൂടുതൽ ചോദിച്ചിട്ടുള്ള ഇതിൻ്റെ ഓർ നെയിമാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നടക്കാൻ അതിൻ്റെ അറിയാം. ആ കാണുന്ന ക്വസ്റ്റ്യൻ മിക്കവാറും വന്നാണ് അല്ലേ. ഇനി പറയുന്നത് സ്റ്റീൽ റൂഫ് ട്രസ് ആണ്. സ്റ്റീൽ റൂഫ് ട്രസ് നമുക്ക് 12 മീറ്റർ കൂടുതൽ സ്പാൻ ഉണ്ടെങ്കിൽ സ്റ്റീൽ റൂഫ് ട്രസ് ഉപയോഗിക്കാം അല്ലേ. ക്യൂൻ പോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ചില ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്
8 തൊട്ട് 12, ചില ടെക്സ്റ്റിനകത്ത് 9 തൊട്ട് 12. അപ്പോൾ 12 മീറ്റർ കൂടുതലാണെങ്കിൽ നമുക്ക് സ്റ്റീൽ റൂഫ് ട്രസ് ഉപയോഗിക്കാം. ഈ കാണുന്ന ചിത്രത്തിനകത്ത് നമുക്കറിയാം മിക്കവാറും ആ കാണുന്ന സെക്ഷൻ എല്ലാം ആംഗിൾ സെക്ഷനാണ് അല്ലേ. അപ്പോൾ ആംഗിൾ സെക്ഷൻ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാനുള്ള കാരണം വെച്ചാൽ ആംഗിൾ സെക്ഷനുകൾ ടെൻഷനും എടുക്കും കംപ്രഷനും എടുക്കും. അപ്പോൾ ആംഗിൾ സെക്ഷനുകൾ ടെൻഷനും കംപ്രഷനും എടുക്കുന്നതുകൊണ്ട് കൂടുതലും റൂഫ് ട്രസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ആംഗിൾ സെക്ഷൻ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് പറയാം. അപ്പോൾ സ്പാൻ ഗ്രേറ്റർ ദാൻ 12 മീറ്റർ കൂടുതൽ സ്പാൻ ഉള്ളതിനെല്ലാം സ്റ്റീൽ റൂഫ് ട്രസ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ കൂടുതലും റൂഫ് ട്രസ് ഫാബ്രിക്കേറ്റ് ചെയ്ത ആംഗിൾ സെക്ഷനാണ്. അതിന് കാരണം പറയുന്നത് അത് ടെൻഷനും കംപ്രഷനും എടുക്കാൻ കഴിയണം. മോസ്റ്റ് ഓഫ് ദ റൂഫ് ട്രസ് ആർ ഫാബ്രിക്കേറ്റഡ് ഫ്രം ആംഗിൾ സെക്ഷൻ ബിക്കോസ് ദേ ക്യാൻ റെസിസ്റ്റ് എഫക്റ്റീവ്ലി ബോത്ത് ടെൻഷൻ ആസ് വെൽ ആസ് കംപ്രഷൻ. അതാണ് സ്റ്റീൽ റൂഫ് ട്രസിൻ്റെ പ്രത്യേകത. ഇതൊരു കോമ്പിനേഷൻ റൂഫ് ട്രസ്സാണ് അല്ലേ, കാരണം വുഡും കാണുന്നുണ്ട് സ്റ്റീലും കാണുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റൂഫ് ട്രസ് ആണ്. അതുകൊണ്ട് കോമ്പോസിറ്റ് റൂഫ് ട്രസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ വുഡൻ മെമ്പറുണ്ട്, സ്റ്റീൽ മെമ്പർ അല്ലെങ്കിൽ റോട്ടൺ മെമ്പറുണ്ട്. ഇത് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, എക്കണോമിക്കലാണ്. ഫുള്ളി സ്റ്റീലാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എക്കണോമിക്കലാവും. അതേപോലെ തന്നെ വെയിറ്റും ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും. അതാണ് ഈ കോമ്പോസിറ്റ് റൂഫ് ട്രസിൻ്റെ പ്രത്യേകത. ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് എക്കണോമിക്കൽ, അതാണ് കോമ്പോസിറ്റ് റൂഫ് ട്രസിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് പറഞ്ഞ് ഇത് നമുക്കറിയാം സാധാരണ ഫാക്ടറി ബിൽഡിങ്ങിനകത്താണ് ഇത്തരത്തിലുള്ള റൂഫ് ട്രസ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെ, വർക്ക്ഷോപ്പുകളിൽ ഫാക്ടറീസിനകത്ത്. ഇത് മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വർക്ക്ഷോപ്പിനകത്തും ഫാക്ടറീസിനകത്തും അവിടെയാണ് ഈ കാണുന്ന റൂഫ് ട്രസ് നോർത്ത് ലൈറ്റ് റൂഫ് എന്നാണ് പറയുന്നത്. നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ്. അപ്പോൾ നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ് വർക്ക്ഷോപ്പുകളിൽ ഫാക്ടറികളിലാണ് ഈ നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമുക്കറിയാം, അവിടെ ഗ്ലാസ് പാനൽ ഫിക്സ് ചെയ്താൽ കൂടുതൽ വെളിച്ചം ഇവിടെ സ്ലോപ്പിംഗ് സൈഡിലൂടെ അതിനകത്തേക്ക് വരും. അതാണ് ഇതിൻ്റെ ഗുണം. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഷെൽ റൂഫ്. ഇതും ഒരുപാട് പ്രാവശ്യം ചോദിക്കാൻ നോർത്ത് ലൈറ്റ് റൂഫ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഷെൽ റൂഫാണ്. ഇതും എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോർത്ത് ലൈറ്റ് റൂഫ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഷെൽ റൂഫാണ്. ഇതും ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ ഫാക്ടറീസ് ആൻഡ് വർക്ക്ഷോപ്പ് നോർത്ത് ലൈറ്റ് റൂഫ് ട്രസ് ആർ യൂസ്ഡ്. എന്താ പ്രത്യേകത വെച്ചാൽ അഡ്മിറ്റ് സഫിഷ്യൻറ്റ് ലൈറ്റ് ത്രൂ ദ ഗ്ലാസ് പാനൽസ് അല്ലെ ഫിക്സ്ഡ് ഓൺ ദ സ്ലോപ്പിംഗ് സൈഡ് ഓഫ് ദ റൂഫ്. ഇനി വേറൊരു പ്രത്യേകത വെച്ചാൽ ഈസ് എ ടൈപ്പ് ഓഫ് ഷെൽ റൂഫ്. ഇതും ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് ട്രസ്ഡ് റൂഫുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ റൂഫ് കവറിങ് മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ് അല്ലേ. അതിനകത്ത് മിക്കവാറും ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വർഷം വന്നിട്ടുണ്ട്. ഇത് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് താച്ച്, നമ്മുടെ വൈക്കോല് പോലെ, പുല്ല് അല്ലെ വൈക്കോല്. അപ്പോൾ ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഷെഡുകളിലും വില്ലേജുകളിലൊക്കെയാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. റൂഫ് കവറിങ് മെറ്റീരിയൽ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഷെഡ് ആൻഡ് വില്ലേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ തരാറുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നവർക്ക് അറിയാം, അത് താച്ച്. അപ്പോൾ ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള താച്ച് യൂസ്ഡ് ഇൻ ഷെഡ്സ് ആൻഡ് വില്ലേജ്. ഷെഡുകളിലും വില്ലേജുകളിലും ഉപയോഗിക്കുന്നു. അപ്പോൾ താച്ചിൻ്റെ പ്രത്യേകത യൂസ്ഡ് ഇൻ ഷെഡ്സ് ആൻഡ് വില്ലേജസ്. ഇനി അടുത്ത് പറയുന്നത് ഈ ചിത്രത്തിനകത്ത് കാണുന്ന ആ ഷിംഗിളാണ്. ആ ഷിംഗിളുടെ പ്രത്യേകത വുഡൻ ഷിംഗിൾസ് ആർ സാധാരണ തിൻ പീസസ് ഓഫ് വുഡ്, മരത്തിൻ്റെ തിൻ പീസസ് ആണ്. അത് വെൽ സീസൺ ടിമ്പറിൽ നിന്ന് നന്നായിട്ട് തിന്നായിട്ടുള്ള പീസായിട്ട് എടുക്കുക, എന്നിട്ട് സ്ലേറ്റ് അല്ലെങ്കിൽ ടൈല് പോലെ ഉപയോഗിക്കുന്നതാണ് ഷിംഗിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷിംഗിൾ റൂഫ് കവറിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നു. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഷിംഗിൾ റൂഫ് കവറിങ് മെറ്റീരിയലായിട്ട്, സ്ലേറ്റ് റൂഫ് കവറിങ് മെറ്റീരിയലായിട്ട് ചോദിക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഷിംഗിളും റൂഫ് കവറിങ് മെറ്റീരിയലായിട്ട് ചോദിക്കാറുണ്ട്. അതും എക്സാമിന് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കോളൂ, ഷിംഗിൾസ്. ആ ഷിംഗിൾസിൻ്റെ പ്രത്യേകത വുഡൻ ഷിംഗിൾസ് ആർ ദ സോൺ ഓർ സ്പ്ലിറ്റ് തിൻ പീസസ് ഓഫ് വുഡ് ഒബ്റ്റൈൻ ഫ്രം വെൽ സീസൺഡ് ടിമ്പർ. ഏതുപോലെ ഉണ്ടാവും? സ്ലേറ്റ്സ് അല്ലെങ്കിൽ ടൈൽസ് പോലെ ഉണ്ടാവും ഈ ഷിംഗിൾ. അപ്പോൾ ഈ ഷിംഗിളും റൂഫ് കവറിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നു. ഇനി പോളി കാർബണേറ്റ് ഷീറ്റുകളാണ് ഈ കാണുന്നത്. അത് ഗുഡ് വെതർ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ UV പ്രൊട്ടക്ഷനാണ്, അൾട്രാ വയലറ്റ് പ്രൊട്ടക്ഷനും കൂടുതലാണ്. പോളി കാർബണേറ്റ് ഷീറ്റാണ് ആ ചിത്രത്തിനകത്ത് കാണുന്നത്. പിന്നെ ഗ്ലാസ് മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ആസ്ബസ്റ്റോസ് സിമെൻറ്റ് ഷീറ്റുകളാണ്. അതിനകത്ത് സിമെൻറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് 15% ഓഫ് ആസ്ബസ്റ്റോസ് ഫൈബർ അല്ലെ. സിമെൻറ്റ് 15% ആസ്ബസ്റ്റോസ് ഫൈബറുമായിട്ട് മിക്സ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ കാണുന്നതാണ് കൊറുഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുകൾ. അതേപോലെ തന്നെ അലുമിനിയം ഷീറ്റുകൾ. അതേപോലെ തന്നെ റബ്ബറോയിഡ് ഷീറ്റുകൾ. അപ്പോൾ റബ്ബറോയിഡ് ഷീറ്റ് ഇതെല്ലാം സാധാരണ റൂഫ് കവറിങ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ ഒന്നുകൂടി കേട്ട് നോക്കുക. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ചെയ്ത് നോക്കുന്നതും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതകളുണ്ട്. എന്തായാലും എല്ലാവരും ഈ കാണുന്ന ടോപ്പിക് ഒന്നുകൂടി വായിച്ച് കേട്ട് നോക്കുക. കൂടുതൽ പോയിൻറ്റ്സ് മറ്റ് പുസ്തകങ്ങളുമായി റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.